എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒരു ഈവൽ സ്പിരിറ്റ് അതിനെയായിരിക്കും കാണിക്കുക. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഇപ്പൊ വില്ലേജ് കാണിക്കും. വില്ലേജ് ആണെങ്കിൽ ആകെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് അക്കാദമിയിലാണെങ്കിൽ ഇപ്പോ ഷിനോ സ്റ്റുഡൻസിനെ എല്ലാം കൂട്ടി പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവരോട് പറയും, ഇന്ന് നമ്മൾ ഷുരിംഗൻ ട്രെയിനിങ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ കറക്റ്റ് ആയിട്ട് എല്ലാവരും എയിം ചെയ്ത് ഷുരിംഗൻ ട്രെയിനിങ് ചെയ്യണം. ഷീനോ അത് പറയേണ്ട താമസം അവരെല്ലാവരും അച്ചരം പൊച്ചരം ഷുരിംഗം വലിച്ചെറിയും. അപ്പോഴായിരിക്കും നമ്മുടെ ലീയുടെ മകൻ അവൻ ഷുരിംഗൻ എടുത്ത് കറക്കി കറക്കി കറക്റ്റ് പോയിന്റിലേക്ക് വലിച്ചെറിയുന്നത് എല്ലാവരും കാണുക. അവൻ അങ്ങനെ ചെയ്യുന്നത് കണ്ട് ഈനോജിനും ബാക്കിയുള്ള പെമ്പിള്ളാരും ചെക്കന്മാരെല്ലാവരും ഇംപ്രസ്ഡ് ആയി അവനെ നോക്കി നിൽക്കും. പക്ഷെ അപ്പോഴാണെങ്കിൽ അവനെ കൊണ്ട് കറക്റ്റായിട്ട് എറിയാനും കഴിയില്ല. ഉടനെ ബറൂട്ടോ, എല്ലാവരും മാറിക്കോ, എന്റെ വലിയൊരു ഷുരീങ്കൻ അതാ പോയിന്റ് എയിം ചെയ്ത് വരികയാണെന്ന് പറഞ്ഞ് വലിയൊരു ഷുരീങ്കൻ അവൻ കറക്കെറിയും. മെറ്റലിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ കാലുപൊക്കി അവിടെ നോടാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ആ ഒരു ഷുരീങ്കൻ അവന്റെ കാലിൽ കുടുങ്ങി അവൻ താഴെ വീഴും. അത് കണ്ട് ഷിനോ ആള് ഫുൾ കലിപ്പില് ഇപ്പൊ ബൊറൂട്ടോട് പറയും, നിന്നോട് എത്ര തവണ പറഞ്ഞു ഇതുപോലുള്ള കുരുത്തക്കേട് ഒപ്പിക്കരുതെന്ന്, എന്നിട്ട് വീണ്ടും വീണ്ടും നീ അതന്നെ ചെയ്യാണോ? അതിന് ബൊറൂട്ടോ അവൻ തല താഴ്ത്തി, ഐ എം സോറി, ആക്ച്വലി ഇതാ ലോക്കർ റൂമിൽ ഇരുന്നതാണ്, എനിക്കിത് കണ്ടപ്പോ ആവേശായി, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് ഇവിടേക്ക് വന്നത്. ഉടനെ ഇവാബെ അവനിപ്പോ അവിടേക്ക് ഓടി വരും. അവൻ പറയും, ഞാനാണ് ആ ഒരു ഷുരീങ്കൻ അത് ലോക്കർ റൂമിൽ എടുത്തു വെച്ചത് എനിക്ക് ട്രെയിനിങ് ചെയ്യാനായിട്ട്. ഷിനോയ്ക്കാണെങ്കിൽ കാലി കയറി വരും. അവൻ പറയും, നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഓഫീസ് റൂമിലേക്ക് വരണം. കട്ട് ചെയ്ത എല്ലാവരും ഓഫീസ് റൂമിലേക്ക് വന്നതിന് ശേഷം ഷിനോ പറയും, ഞാൻ ഇത്രയും ക്ഷമിച്ചു, ഇനി എനിക്ക് പറ്റില്ല, നിങ്ങൾ എല്ലാവരും വളരെ ബാഡായിട്ട് വരികയാണ്. നിങ്ങളുടെ ഈ പ്രായത്തില് ഞങ്ങൾക്കും ഇതുപോലുള്ള ചില കുസൃതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളാണെങ്കിൽ ഒരല്പം ഓവറാണ്. സോ എല്ലാവർക്കും ഞാൻ കുറച്ച് റെസ്പോൺസിബിലിറ്റി തരാൻ പോവാണ്. ഷിനോ സ്റ്റുഡൻസിനെ എല്ലാവരെയും കൂട്ടി തകർന്നു പോയ നറൂട്ടോയുടെ പ്രതിമയുടെ അടുത്തേക്ക് വരും. അതെത്രയും പെട്ടെന്ന് റിപ്പയർ ചെയ്യുക എന്നതാണ് നമ്മുടെ ആൾക്കാരുടെ ഇപ്പോഴത്തെ ജോലി. ഷിനോ ലിയോടും ക്ലാസ് റെപ്പിനോടും പറയും, നിങ്ങൾ രണ്ടുപേരും വേണം ഇത് സൂപ്പർവൈസ് ചെയ്യാൻ. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള വർക്കൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ശാഠ്യം പിടിച്ചു നിൽക്കും. അപ്പോഴായിരിക്കും ഷിനോ ആളിപ്പോ അവിടേക്ക് വരിക. മാസ്റ്ററിനെ കണ്ടതും നമ്മുടെ ബൊറൂട്ടോ കുട്ടൻ അവൻ ഓടിപ്പോയി ജോലി ആരംഭിക്കാൻ തുടങ്ങും. മെറ്റോലേക്കാണെങ്കിൽ അവന്റെ കൈ വിറയ്ക്കാൻ തുടങ്ങും. ഇത്രയും വലിയ ഹൊക്കാഗയുടെ ശില്പം അതാണോ ഞാനിപ്പോൾ റിപ്പയർ ചെയ്യുന്നത്? എനിക്ക് ആക്ച്വലി ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും അവന്റെ കൊത്തുപണി തുടരും. അല്പസമയം കഴിയുമ്പോൾ നമ്മുടെ ബൊറൂട്ടോ, ഈനോജിൻ, ഷിക്കഡ അങ്ങനെ എല്ലാവരും ചേർന്ന് അവരുടെ ജോലിയൊക്കെ നിർത്തിവെച്ച് കാര്യമായിട്ട് ഗെയിം കളിക്കുകയാണ്. അത് കണ്ട് ക്ലാസ് റെപ്പ് പറയും, ഇത്രയും നേരം ബ്രേക്ക് എടുത്തത് മതി, എത്രയും പെട്ടെന്ന് ഈ വർക്ക് തീർക്ക്. ഉടനെ ഷിക്കഡ അവൻ മെറ്റല്ലിയെ നോക്കി പറയും, ഞങ്ങളുടെ പോർഷൻ ഏകദേശം കംപ്ലീറ്റ് ആയി, പക്ഷെ നിന്റെ വർക്ക് അതിപ്പോഴും പെൻഡിങ് ആണെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം അവൻ ഉളിയും ചുറ്റുകയൊക്കെ എടുത്ത് ആഞ്ഞു വെട്ടി അവന്റെ പണി അത് വേഗം തീർക്കാൻ ശ്രമിക്കും. അവൻ ടെൻഷനായി ആഞ്ഞു വെട്ടുമ്പോ ആ ഒരു ശില അത് മുഴുവനായിട്ട് തകർന്ന് താഴേക്ക് വീഴും. മെറ്റലിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അങ്ങനെ വീണ്ടും അവരെല്ലാവരും ചേർന്ന് ആ പ്രതിമയുടെ പണി പുനരാരംഭിക്കും. അപ്പൊ ബൊറൂട്ടോ അവൻ ലിയോട് പറയും, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കെല്ലാം ശരിയാക്കി എടുക്കാം, നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഉടനെ ഷിക്കഡായി അവൻ മെറ്റൽ ലിയോട് പറയും, ആക്ച്വലി നീ നല്ല ഹാർഡ് വർക്കർ ആണ്, പക്ഷെ നിന്റെ നെർവസ് ആണ് നിന്നെ എല്ലാ അബദ്ധങ്ങളിലും കൊണ്ട് ചാടിക്കുന്നത്. അതെ, നീ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് മെറ്റല്ലി അവൻ തല താഴ്ത്തി വീട്ടിലേക്ക് നടന്നു പോവും. അത് കണ്ട് ഇപ്പൊ ക്ലാസ് റെപ്പ് അവൾ ഷിക്കഡയോട് പറയും, ശരിക്കും നീ അത്രയൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. മെറ്റല്ലി ഒരു പാവം പയ്യനാണ്, അവൻ അബദ്ധത്തിലാണ് ഓരോ കാര്യങ്ങളും സംഭവിച്ചു പോകുന്നത്. ഹാർഡ് വർക്ക് ചെയ്യാനും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും അവന് യാതൊരു മടിയുമില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ നൈറ്റ് കാണിക്കും. ഷിക്കഡയാണെങ്കിൽ മൊബൈലിൽ ഗെയിമൊക്കെ കളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അത് കണ്ട ടെൻ അവൾ ഓടി വന്ന് അവന്റെ തലയ്ക്ക് ഇടി വെച്ച് കൊടുക്കും. നീ ഫുൾ ടൈം ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണല്ലേ, നിനക്ക് പഠിക്കാനായിട്ട് യാതൊന്നും ഇല്ലേ? അപ്പൊ ശബ്ദം കേട്ട് ഇപ്പൊ ഷിക്കമരു അവിടേക്ക് വരും. ഷിക്കമരു പറയും, നിങ്ങൾ ക്ലാസ്സില് കുറച്ച് വികൃതിയൊക്കെ ഒപ്പിച്ചല്ലേ, അതൊന്നും കുഴപ്പമില്ല, ഞങ്ങളും പണ്ട് എപ്പോഴും ഇതുപോലുള്ള കുസൃതികളൊക്കെ ഒപ്പിക്കാറുണ്ട്, പക്ഷെ ഒരു കാരണവശാലും നീ നിന്റെ കൂടെയുള്ള ഫ്രണ്ട്സിനെ വേദനിപ്പിക്കരുത്. അത് കേട്ട് ഇപ്പൊ നമ്മുടെ ഷിക്കഡായി അവൻ ഒരു സെക്കൻഡ് മെറ്റല്ലിയെ ഓർമ്മ വരും. കട്ട് ചെയ്ത ഷിക്കഡായി അവനിപ്പോ പപ്പയെ നോക്കും. പപ്പ പറഞ്ഞത് കറക്റ്റാണ്, നമ്മൾ ഒരിക്കലും
കൂടെയുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല. അത് കേട്ട് ഷിക്കമൊരു പെഗൊക്കെ അടിച്ച് അങ്ങനെ ഹായ് ആയിട്ടിരിക്കും. ടമരി ആണെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെട്ട് പറയും, അവന് ബുദ്ധി പറഞ്ഞു കൊടുക്കാനുള്ളതിന് നിങ്ങൾ അവനെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയാണോ? അത് കേട്ട് ഷിക്കമൊരു ആൾക്കാണെങ്കിൽ ഇപ്പൊ ടെൻഷൻ കൂടാൻ തുടങ്ങും. ടമരി ഫുൾ കലിപ്പില് അവരോട് പറയും, ഇന്ന് അച്ഛനും മകനും ഭക്ഷണമില്ല. ഷിക്കഡോ അവൻ വിഷമത്തോടു കൂടെ വീടിന് വെളിയിലേക്ക് വരും. എങ്കിലും ഞാൻ മെറ്റലിനോട് അത്രയും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഉറപ്പായിട്ടും നാളെ അവനെ കാണുമ്പോ അവനോട് ക്ഷമ പറയണമെന്ന് പറഞ്ഞ് അവൻ നെക്സ്റ്റ് ഡേ ഇപ്പൊ മെറ്റലിനെ കാണാൻ അവൻ വരുന്ന വഴിയില് കാത്തു നിൽക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് മെറ്റലിനെ കാണിക്കും. അവനാണെങ്കിൽ തലയൊക്കെ താഴ്ത്തി നമ്മൾ മുൻപ് കണ്ട ആ ഒരു ബ്ലാക്ക് പവർ, അതിന്റെ പവറിൽ പെട്ട് അങ്ങനെ നടന്നു വരികയാണ്. അപ്പൊ അവന്റെ തൊട്ടടുത്തായി ഇപ്പൊ ബൊറൂട്ടോ ആണെങ്കിൽ അവനെ കണ്ട് ഷോക്കാവും. മെറ്റലിന്റെ ബോഡിയിൽ എന്തോ ഒരു പവർ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ബൊറൂട്ടോയുടെ കണ്ണ് അത് പതിയെ വൈറ്റ് ആവും. ഉടനെ ഷിക്കഡായി അവൻ സ്റ്റീലിനെ കണ്ട് അവന്റെ അടുത്തേക്ക് വരും. ഷിക്കഡായി എന്തെങ്കിലും പറയും മുൻപ് തന്നെ അവനിപ്പോ മുകളിലേക്ക് ചാടിപ്പോവും. ഷിക്കഡായും അവന്റെ പിന്നാലെ പോയി അവനോട് ക്ഷമ ചോദിക്കാൻ ശ്രമിക്കും. പക്ഷെ സ്റ്റീല് അവൻ ഷിക്കഡായുടെ കൈ പിടിച്ച് തിരിച്ച് അവനെ വലിച്ച് ആ ചുമരിൽ ആഞ്ഞെടുപ്പിക്കും. ഷിക്കഡായി ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ? ഞാൻ ഇന്നലെ നിന്നോട് അത്രയും ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടാണോ നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ? ഇവിടെ സ്റ്റീലാണെങ്കിൽ ആ ബ്ലാക്ക് എനർജിയിൽ പെട്ടുകിടക്കാണ്. സ്റ്റീല് പറയും, എന്റെ റിയൽ പവർ നിനക്ക് കാണുന്നല്ലേ നീ പറഞ്ഞത്, അത് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് അവൻ അറിഞ്ചം പുറഞ്ചം ഇപ്പൊ ഷിക്കഡായിയെ അടിക്കാനായിട്ട് തുടങ്ങും. ശബ്ദം കേട്ട് ഏനോജിനും ബൊറൂട്ടോയും അവർ രണ്ടുപേരും അവിടേക്ക് ഓടിയെത്തും. അവര് വിളിച്ചു ചോദിക്കും, ഷിക്കഡായി എന്തു പറ്റി? അതിന് ഷിക്കഡായി പറയും, എന്താ പറ്റിയെന്ന് അറിയില്ല, സ്റ്റീല് അവൻ എന്നെ ഇടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിന് സ്റ്റീല് പറയും, ആരെങ്കിലും ഇതിനിടയിലേക്ക് വന്ന അവരെ എല്ലാവരെയും ഇടിച്ചു ഞാൻ തൂഫാനാക്കും. ഉടനെ ബൊറൂട്ടോ അവനവന്റെ പവർ ഉപയോഗിച്ച് കൂടുതൽ കാര്യമായിട്ട് അവനെ സ്കാൻ ചെയ്യും. അപ്പൊ ബൊറൂട്ടോയ്ക്ക് പിടികിട്ടും സ്റ്റീലിന്റെ ബോഡിയിൽ എന്തോ ഒരു എനർജി ഉണ്ട്, അതാണ് അവനിപ്പോ കൺട്രോൾ ചെയ്യുന്നത്. ബൊറൂട്ടോ ഉടനെ അവന്റെ ഉള്ളിലെ ഈവിൾ സ്പിരിറ്റിന്റെ കാര്യം ബാക്കിയുള്ളവരോട് പറയും. അതിന് മെറ്റല് അവന്റെ ഫുൾ പവർ എടുത്ത് ഇപ്പൊ ഷുരിങ്കൻ നമ്മുടെ ആൾക്കാർക്ക് നേരെ വലിച്ചെറിയും. ഈനോജിനും ബൊറൂട്ടോയും ഷിക്കഡയും അവര് 3 പേരും ഉഷാറായിട്ട് ചാടി ഓടി ഒരു ഗ്രൗണ്ടിന്റെ അടുത്തേക്ക് വന്ന് സേഫ് ആയിട്ട് നിൽക്കും. അവരുടെ തൊട്ടു പിന്നാലെ ഇപ്പൊ സ്റ്റീലും അവരെ അറ്റാക്ക് ചെയ്യാൻ ഓടി അടുക്കും. ഷിക്കഡായി പറയും, എന്റെ കയ്യില് ഒരു കൗണ്ടർ അറ്റാക്ക് ഉണ്ട്, അതുപയോഗിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും സ്റ്റീലിനെ കീഴ്പ്പെടുത്താം. മെറ്റലാണെങ്കിൽ ഓടി ഓടി അവരുടെ ക്ലോസ് എത്തും. ഉടനെ ബൊറൂട്ടോ അവൻ ചാടി വന്ന് അവന്റെ ക്ലൗൺസിനെ ഉപയോഗിച്ച് ഇപ്പൊ അവൻ അറ്റാക്ക് ചെയ്യും. പക്ഷെ സിമ്പിളായി അവൻ ബൊറൂട്ടോയുടെ ക്ലൗൺസിനെ തല്ലി തകർക്കും. അതിന്റെ തൊട്ടു പിന്നാലെ ഇപ്പൊ ഷിക്കഡ അവനാണെങ്കിൽ അവന്റെ ഷാഡോ പവർ ഉപയോഗിച്ച് സ്റ്റീലിനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവൻ ഓരോ ഭാഗത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കും. സ്റ്റീല് പറയും, ഇതാ ഷാഡോ ജിപ്സോ അല്ലേ, എനിക്ക് ഒരു പേടിയുമില്ല, ഇതിന്റെ ലിമിറ്റേഷൻ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഈനോജിൻ അവളാണെങ്കിൽ ഒരു സ്ക്രോൾ ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് ബേർഡ്സിനെ പറത്തിവിട്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ സ്റ്റീലാണെങ്കിൽ 2 റൊട്ടേഷനിൽ അവറ്റകളെ തെറിപ്പിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ ഷിക്കഡ അവനിപ്പോ പുറകിലൂടെ വന്ന് അവന്റെ ഷാഡോ ജിപ്സ് ഉപയോഗിച്ച് സ്റ്റീലിനെ ലോക്ക് ചെയ്തു. ഷിക്കഡയുടെ രൂപത്തില് അവന്റെ മുൻപിൽ നിന്നത് അത് മറ്റാരുമല്ല, സാക്ഷാൽ ബൊറൂട്ടോ ആണ്. ഈനോജിനാണെങ്കിൽ അവളുടെ പാമ്പുകൾ ഉപയോഗിച്ച് ഒരു ഫേക്ക് ഷാഡോ ജിപ്സു ക്രിയേറ്റ് ചെയ്തു. അടുത്ത സെക്കൻഡ് മെറ്റല് അവന്റെ ഇന്നർ ഗേറ്റ് റിലീസ് ചെയ്ത് ആ ഒരു ഷാഡോ ജിപ്സു അത് ബ്രേക്ക് ചെയ്ത് ഷിക്കഡോയെ ഇടിക്കാൻ പാഞ്ഞു വരും. പക്ഷെ ഷിക്കഡോ അവിടെ ഒരു മരക്കട്ട ക്രിയേറ്റ് ചെയ്ത് ഞോട്ടിയിടയിൽ രക്ഷപ്പെടും. ആ ഒരു മരക്കട്ടയില് സ്റ്റീൽ ആഞ്ഞടിച്ച് അവന്റെ ബോഡിയിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജി അവനെ വിട്ടു പോവും. സ്റ്റീൽ ഷോക്കായിട്ട് എനിക്ക് എന്താ പറ്റിയേ, ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചേ? അവൻ നോർമൽ ആയത് കണ്ട് ഇപ്പൊ ബൊറൂട്ടോയും ഈനോജിനും ഷിക്കഡയും അവര് 3 പേരും ശ്വാസം വലിച്ചു വിട്ട് റിലാക്സ് ചെയ്യും. സ്റ്റീലാണെങ്കിൽ അവരോട് ക്ഷമ പറഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ ക്ലാസ്സിലേക്ക് പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഷിക്കഡ അവനിപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് വീട്ടിൽ കളിച്ച് ചിരിച്ചിരിക്കും. ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ ഒത്തിരി ടയേർഡായി വീട്ടിൽ തിരിച്ചെത്തുമ്പോഴായിരിക്കും അവന്റെ കുഞ്ഞിപ്പങ്ങള് അവളിപ്പോ അവന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ച് നോക്കുക. അതിനുശേഷം അവൾ അമ്മയോട് ചോദിക്കും, അമ്മയുടെ കണ്ണ് വ്യാഹു കണ്ണല്ലേ, അതിന് ഒരുപാട് പവറുകളില്ലേ? അതിന് ഹിനട്ട പറയും, അതെ, എനിക്ക് എന്റെ ബ്രദറിന്റെ ഫാദറിന് എല്ലാവർക്കും ഇതേ കണ്ണാണ്, ഇതുപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നൊക്കെ പറഞ്ഞ് അവളത് ഡീറ്റെയിൽ ആയി മകൾക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഡോർ തുറന്ന് നറൂട്ടോ അവിടേക്ക് വരും. നറൂട്ടോ പറയും, എനിക്ക് ഫുഡ് വേണ്ട, എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നോളൂ എന്ന് പറഞ്ഞ് ആളിപ്പോ റൂമിലേക്ക് പോവും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവന്റെ ദേഷ്യം കൂടി വരും.
അമ്മ ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. പക്ഷെ പപ്പയാണെങ്കിൽ ഞങ്ങൾ ആരെയും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഏനോജിൻ, ഷിക്കഡോ, ബൊറൂട്ടോ അവര് 3 പേരും ഹാപ്പി ആയിട്ട് വീഡിയോ ഗെയിം കളിക്കുകയാണ്. അവർ ഗെയിം കളിക്കുന്നത് കണ്ട് ഇപ്പൊ മെറ്റൽ അവിടേക്ക് വരും. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ ഗെയിം പാഡ് അത് മെറ്റലിന് കൊടുത്ത് അവനെ കളി പഠിപ്പിച്ചു കൊടുക്കും. അവൻ കളിച്ച് ടെൻഷനായി ഇപ്പൊ ഗെയിം പാഡ് തന്നെ പൊട്ടിച്ചു കളയാണ്. ബൊറൂട്ടോ അത് കണ്ട് ദേഷ്യപ്പെടാൻ തുടങ്ങും. അത് കണ്ട് ബാക്കിയുള്ളവർ പൊട്ടിച്ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.